ഇവിടെ സുകുമാരൻ നായരുടെ ചില നിലപാടുകൾ വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹം BJP അടുപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ്, അല്ലെ RSSനോട് ആ ഒരു സൗഹൃദം കാട്ടുന്നില്ല. അല്ലാതെ NSS എക്കാലത്തും മതനിരപേക്ഷമായിരുന്നു, ജനാധിപത്യ ചേരിയിലായിരുന്നു എന്നൊന്നും പറയുന്നതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ആദ്യകാലത്ത് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യകാലത്ത് മഹാരാജാവിൻ്റെയും സർ CP ഒപ്പമായിരുന്നു. പിന്നീട് കോൺഗ്രസ്സായി. കോൺഗ്രസ് ഭരണത്തിൽ വന്നപ്പം ഹിന്ദു മണ്ഡലം ഉണ്ടാക്കിയിട്ടുണ്ട്. R ശങ്കരും മന്നത്ത് പത്മനാഭനും കൂടെ ചേർന്നു. അങ്ങനെ ഒത്തിരി ചരിത്രമുണ്ട്. പിന്നീട് 64 കോൺഗ്രസ് വളരുമ്പോൾ കേരള കോൺഗ്രസ്സിന് ആ പേര് പോലും ഇട്ടത് അദ്ദേഹമാണ്. ജ്ഞാനസ്നാനം ചെയ്തെടുത്തത് അദ്ദേഹമാണ്. അങ്ങനെ NSS എപ്പോഴും അവരുടെ സാമുദായിക താല്പര്യങ്ങൾ, അവരുടെ ഒരു സമുദായം എന്ന നിലയിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പല നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അല്ലാതെ NSS എക്കാലത്തും മതനിരപേക്ഷമായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനോട് മൃദു സമീപനമായിരുന്നു എന്നൊന്നും പറയൽ കാര്യമില്ല. പക്ഷേ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, സുകുമാരൻ നായർ BJPയോടും RSSനോടും എടുക്കുന്ന ഒരു നിലപാടിലെ ഒരു ധൈര്യവും സ്ഥൈര്യവും നമ്മളത് സമ്മതിച്ചു കൊടുക്കാതെ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ വലിയ ചർച്ച, ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തിക്ക് ജനുവരി 2-ാം തീയതിയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നു. അത്ര വലിയ പ്രാധാന്യം എന്തെങ്കിലും ഉണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ 2013 അദ്ദേഹം താക്കോൽ സ്ഥാനത്ത് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നില്ലെങ്കിൽ അത് രമേശിന് വേണ്ടിയായിരുന്നല്ലോ. ആ പ്രസംഗം നമ്മൾ കേട്ടു. അത് കഴിഞ്ഞിട്ട് 10-11 വർഷം കഴിഞ്ഞിട്ട് രമേശ് ചെന്നിത്തലയെ പറ്റി അദ്ദേഹം പറയുന്നതും കേട്ടു. അപ്പോൾ ഈ 11 വർഷം കൊണ്ട് അവരുടെ സമീപനത്തിൽ, രമേശ് ചെന്നിത്തലയോടുള്ള സമീപനത്തിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതൊരു ശരിയാണ്. അവിടെ രമേശ് ചെന്നിത്തല എടുത്ത നിലപാട് വളരെ ധീരമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ആ പ്രസംഗത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞത്, NSS ജനറൽ സെക്രട്ടറിയുടെ ആ പ്രസംഗത്തിൽ എന്നെ, അതായത് കൃത്യമായ സെക്കുലർ ക്രെഡൻഷ്യൽസ് ഉള്ള എന്നെ വലിച്ചൊഴിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് ധീരമായ ഒരു നിലപാടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പിന്നീട് NSSഉം രമേശ് ചെന്നിത്തലയും തമ്മിലുള്ളൊരു അകൽച്ചയുണ്ടായത്. ഇപ്പോഴത് മാറിയെന്ന് പറയുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചോദിക്കുന്നത്, ഇത് സതീശനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണോ, അതുകൊണ്ടാണോ ആ NSS അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതെന്നൊരു ചോദ്യം കഴിഞ്ഞ 3 പേരോടും മാധു ചോദിച്ച ചോദ്യങ്ങളിലൊക്കെ അന്തർലീനമായിട്ടുണ്ട്. ഈ 11 വർഷം കൊണ്ട്, അല്ലെങ്കിൽ ഈ കാലം കൊണ്ട് രമേശ് ചെന്നിത്തലയോടുണ്ടായ നിലപാടിൽ NSSന് മാറ്റമുണ്ടായെങ്കിൽ നാളെ വേണമെങ്കിൽ സതീശനോടുള്ള നിലപാടിലും മാറ്റം ഉണ്ടാവാം. അതിന് വേണമെങ്കിൽ 11 വർഷമൊന്നും എടുക്കണമെന്നില്ല. ചെറിയ കാലാവധി കൊണ്ട് തന്നെ അത് സാധിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശശി തരൂർ മത്സരിച്ച് തോറ്റതിന് ശേഷം അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനൊരു ശ്രമം നടത്തുകയുണ്ടായി. കോഴിക്കോട്ട് ചില സമ്മേളനങ്ങൾ, അങ്ങനെ കേരളത്തിൽ പല സമ്മേളനങ്ങൾ. അന്ന് NSS അദ്ദേഹത്തെ വിളിച്ച് പൊന്നാട അണിയിക്കുകയും വലിയ സ്വീകരണം നൽകുകയും ചെയ്തു. പണ്ട് ഡൽഹി നായരെന്ന് പറഞ്ഞതാണ് NSS. ശശി ഡൽഹി നായരെന്ന് പറഞ്ഞല്ലോ. അതെപ്പോഴാണ് തിരുത്തിയത് എപ്പോഴാണ് മാധു? തിരുത്തിയത് സ്നേഹം വന്നപ്പോഴാണ്. ആ സ്നേഹം വന്നു. അപ്പോൾ നമ്മളെന്താ ധരിച്ചത്? അതേ അടുത്ത കാലത്ത്, അതിനു മുമ്പ് പറഞ്ഞത് ഇത് ഡൽഹി നായരാണ്, കേരള നായരല്ലെന്നാണ് പറഞ്ഞത്. പിന്നീട് തിരുത്തി പൊന്നാട അണിയിച്ചു. അന്ന് നമ്മളെല്ലാവരും പറഞ്ഞത് എന്തുവാ? കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതാ NSS ശശി തരൂറിനെ പിന്താങ്ങുന്നു. അതായത് രമേശിനോട് താല്പര്യമില്ല, അതുപോലെ തന്നെ പിന്നെ സതീശനോട് താല്പര്യമില്ല. ഇനി NSS കോൺഗ്രസിൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ശശി തരൂറിനെയാണെന്ന. എന്നിട്ട് എന്തുണ്ടായി? ആ സ്വീകരണത്തിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചോ? ഇതിപ്പോൾ NSSൻ്റെ ഒരു ചടങ്ങിൽ വിളിക്കുന്നു. നിങ്ങൾ മാധു നേരത്തെ പറഞ്ഞു, പിന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നല്ല വാക്കുകൾ രമേശിനെ കുറിച്ച് പറഞ്ഞത്. അതിൻ്റെയൊക്കെ കാരണങ്ങൾ നമുക്കറിയാം. ഇവിടെ നേരത്തെ ജയശങ്കർ പറഞ്ഞതുപോലെ ഇവർക്കൊക്കെ സതീശനോട് ചില വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളും ചേർച്ചയില്ലായ്മയും ഉണ്ട്. അതിൻ്റെയൊക്കെ കാരണങ്ങളാണ്. അതുപോലെ ഒരു കാര്യം കൂടെ ഓർത്തോളൂ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയല്ലെങ്കിൽ തിരുത്തണം. അതായത് വൈക്കത്ത് നിന്ന് നടത്തുന്ന പിന്നെ ശിവഗിരി തീർത്ഥാടനം അത് SNDP നടത്തുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതൊന്ന് അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് ശിവഗിരി മഠം നടത്തുന്ന ഒരു 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 തീർത്ഥാടനമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ പറയണമല്ലോ, ചാണ്ടിയുമ്മനുമായിട്ടാണ് ഇപ്പം ശിവഗിരിക്ക് ഏറ്റവും വലിയ അടുത്ത ബന്ധമെന്ന് പറയണമല്ലോ. അദ്ദേഹം വത്തിക്കാനിലിടുന്ന ലോക സർവ്വമത സമ്മേളനത്തിൽ മാർപ്പാപ്പ പങ്കെടുത്ത സമ്മേളനമാണ്. ചെറിയ യോഗമൊന്നും ആയിരുന്നില്ല. പിന്നെ 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 വീൽ ചെയറിൽ പോലും സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുന്ന അദ്ദേഹം വന്ന് 1 മണിക്കൂറോളം അവിടെ പങ്കെടുത്ത ഒരു ചടങ്ങാണ്. അതിൻ്റെ ഒരു സംഘാടനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചാണ്ടി ഉമ്മനും ശിവഗിരിയുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നോ? ഇനി ശിവഗിരി ചാണ്ടി ഉമ്മനെ നാളെ ഭാവിയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുമെന്നോ ഒക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇനി 1.5 വർഷമുണ്ട്.
ഇവിടെ ധാരാളം, ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇവിടെ ധാരാളം സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിയാവാനുണ്ട്. പണ്ട് അങ്ങനെയായിരുന്നില്ല. 2021 പോലും രമേശായിരുന്നു. ജയിച്ചാൽ രമേശ് മുഖ്യമന്ത്രിയാകും. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി, അതിനു മുമ്പ് ആന്റണി, കരുണാകരൻ, അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആരെയും ഉയർത്തിക്കാട്ടിക്കൊണ്ടല്ല കോൺഗ്രസ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതെങ്കിൽ പോലും അവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആരാണ് മുഖ്യമന്ത്രിയാവുന്നത്? ഇപ്പോൾ ഇതാ ഇവിടെ എന്താ, ഒരു മിനിറ്റ് കൂടെ. ഇപ്പോൾ ഇത് ഇവിടെ എന്താ, എത്ര പേര് വേണമെങ്കിലും ഉണ്ട്. കെ സി വേണുഗോപാലുണ്ട്, കെ മുരളീധരനുണ്ട്, അതുപോലെ രമേശുണ്ട്, സതീശനുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഒരുപക്ഷെ ഞാൻ മറ്റൊരു സിനാറിയോ പറയാം. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊരു നല്ല നേട്ടം, മഹാവികാസ് അഘാടി ജയിക്കുകയോ ഒരു മികച്ച നേട്ടമുണ്ടാവുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഈ പ്രൊഫൈൽ എന്ന് പറയുന്നത് വലിയ തോതിൽ മാറാമായിരുന്നു. ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നേക്കും എന്നൊരു തോന്നലുണ്ടാകുന്നു. അതിന് മുൻനിര സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നതൊക്കെ നായർ സമുദായത്തിൽ നിന്ന് ഉള്ളവരാണ്, അല്ലാതെ മറ്റാരെയും നമ്മൾ കാണുന്നില്ല. അപ്പോൾ NSSന് സ്വാഭാവികമായി തോന്നിയിട്ടുണ്ടാവും ഉള്ളതിൽ നല്ലത്, ബെസ്റ്റ് എന്ന നിലയിൽ അവർ സതീശനെ ഒഴിവാക്കാൻ വേണ്ടി